ഹലോ അസ്സാം വലൈക്കും. ഇത് ഹോസ്പിറ്റൽ പാക്കിങ്ങിൻ്റെ എസെൻഷ്യലായ കുറച്ച് ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ചെയ്ത് വെച്ചിട്ട് 4-5 മാസമായി. സംഭവത്തിൽ ഞാനത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതേനു. പണ്ടൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പം പോയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സിസ്റ്റേനു. പിന്നെ കൊറോണ കഴിഞ്ഞാലാണ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം വന്നത്. ഇതാവുമ്പോൾ നമ്മൾക്ക് ഒന്നും വിട്ടുപോകാതെ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെ കറക്റ്റ് എടുത്ത് വെക്കാനും പറ്റും. ഞാനിപ്പോൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്രൊഡക്റ്റും ഫസ്റ്റ് ക്രൈന്ന് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അൺബോക്സിങ്ങിനും അൺപാക്കിങ്ങിനൊക്കെ എന്നെക്കാൾ ഇൻട്രസ്റ്റ് ഇവക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ബേബിക്കുള്ള ടർക്കിയാണ്. അപ്പം നമുക്ക് ഗേൾ ആണോ ബോയ് ആണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു ജെൻഡർ ന്യൂട്രാലിറ്റി ഉള്ള കളർ എടുത്തത്. ബേബി ഹഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്തപ്പം അവർ നമ്മൾക്ക് സാമ്പിളായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് വന്നിട്ട് അതിൻ്റെ ക്യാപ്പും അതുപോലെ മിറ്റൻസും ബൂട്ടീസൊക്കെയാണ്. അപ്പം നമ്മൾ ഡെലിവറി സമയം നല്ല തണുപ്പുള്ളതാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ആക്കണം. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കുറച്ച് വീക്സ് നല്ലോണം കവർ ചെയ്തിട്ടല്ലേ ബേബിനെ വെക്കുക. അപ്പം ഇത് നല്ല യൂസാണ്. നിങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബൂട്ടീസിൻ്റെയും മിറ്റൻസിൻ്റെയും സെറ്റ് ഉണ്ട്. ഇതേ ഐറ്റംസ് തന്നെ ഞാൻ ഈ ഷോപ്പിൽ തപ്പിയപ്പോൾ ഇത്രയും ഐറ്റംസോ കളക്ഷനോ ഒന്നും കണ്ടില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓൺലൈൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ്. ക്വാളിറ്റി ഡിഫറൻസും നല്ലോണം ഉണ്ട്. മാഷാല്ലാ നല്ല രസമാണ് BBSന് ഇങ്ങനെ ഈ മിറ്റൻസും ബൂട്ടീസൊക്കെ ഒരേ സെറ്റ് യൂസ് ആക്കുമ്പോൾ. പിന്നെ വിട്ടിട്ട് ഞാൻ ബേബിക്ക് കുറച്ച് ഡ്രസ്സുകൾ ഓൾറെഡി വാങ്ങി വെച്ചിരുന്നു. സംഭവത്തിൽ ഞാൻ പിക്കിൽ കണ്ടപ്പം നല്ല കളർഫുള്ളായി. ഞാൻ യൂണിസെക്സ് ആയിട്ട് യൂസ് ആക്കാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. ഇതെനിക്കൊരു യൂസും ഉണ്ടായില്ല കേട്ടോ. എപ്പോഴും നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിന് വൈറ്റിലുള്ള എന്തെങ്കിലും ഡ്രസ്സുകൾ എടുക്കുന്നതാണ് കേട്ടോ. പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എടുത്താണ്. സംഭവം കൈമ വന്നപ്പം എനിക്ക് ഇത്രയും കളർഫുള്ളായത് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ അടുത്ത ഷോപ്പിൽ നിന്ന് കുറച്ച് ഓണീസും ഈ ന്യൂ ബോൺ ബേബിൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തതിന്. അപ്പോൾ എല്ലാവരും ന്യൂ ബോൺ ബേബിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ വൈറ്റിൽ എന്തെങ്കിലും കുഞ്ഞ് പ്രിൻറ്റുകളോ കാര്യങ്ങൾ വരുന്നത് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ് സോഫ്റ്റ് ക്ലോത്ത് ആണ് എന്നുള്ളത്. പിന്നെ വരുന്നത് ഒരു ബേബി ലോഷനാണ് സെറ്റാഫിലിൻ്റെ. അപ്പം നല്ല ബ്രാൻഡുകൾ തന്നെ യൂസ് ചെയ്യുക. നമ്മളെ ബേബി സ്കിന്നിന് നമുക്കറിയാലോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനും ബെറ്ററായിട്ട് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിലും എത്രയോ കുറവുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ സെറ്റാഫിലിൻ്റെ ബേബി ഡെയിലി മോയ്സ്ചറൈസർ എനിക്കൊരു 500 to 800 റേഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലോഷൻ എന്ന് പറയുന്നത് അവർ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് സെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് ബേബി ഹഗിൻ്റെ ഒരു മിൽക്കി ക്രീമാണ്, ഡെയിലി മോയ്സ്ചറൈസർ തന്നെ. പിന്നെ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് സെറ്റാഫിലിൻ്റെ തന്നെ സോപ്പായിരുന്നു. അതും ഫസ്റ്റ് ക്രൈയിൽ നിന്ന് തന്നെയാണ് ട്രൈ ആക്കിയത്. പൊതുവെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഭയങ്കര റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പാഡ് അല്ലെങ്കിൽ ക്ലോത്ത്. ഇപ്പം പിന്നെ ക്ലോത്ത് യൂസ് ആക്കൽ കുറവായിരിക്കും. ഇനി നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതും ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിൽ XXL സൈസ് വരുന്ന പാഡ് തന്നെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഓവർഫ്ലോ ഉള്ള ഒരു സമയമായിരിക്കും എത്ര തന്നെ നമ്മൾ ഉള്ളിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട വേറൊരു ഐറ്റമാണ് ന്യൂ ബോൺസിൻ്റെ ഡയപ്പർ എന്ന് പറയുന്നത്. അതും നല്ല ബ്രാൻഡിൽ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ക്വാളിറ്റി കുറവുണ്ടായാൽ റാഷസ് പെട്ടെന്ന് വരും. പിന്നെ മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു ഐറ്റമാണ് വെറ്റ് വൈപ്സും അതേപോലെ തന്നെ ടിഷ്യൂവും. വൈപ്സ് എടുക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കുക, ഓവർ ഫ്രാഗ്രൻസ് ഉള്ളത് എടുക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ എപ്പോഴും 99% വാട്ടർ കണ്ടൻറ് ഉള്ളത് എടുക്കുക. അപ്പം ഞാൻ കുറേ ആൾക്കാരെ റിവ്യൂ നോക്കിയിട്ടാണ് ഈ ഹിമാലയൻ്റെ ഈ പ്രൊഡക്റ്റ് എടുത്തത്. ബേബീസിൻ്റെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നത് എപ്പോഴും അവരെ സ്കിന്നിന് ഇത്രയും മാച്ച് ആവുന്ന കാര്യങ്ങൾ തന്നെ ആവണം. പിന്നെ ഈ കാണുന്ന പ്രൊഡക്റ്റൊക്കെ അവർ എക്സ്ട്രാ നമ്മൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ചിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്ട്സാണ് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ബോഡി ലോഷനും അതേപോലെ തന്നെ ഷവർ ജെല്ലും ഷാമ്പൂ ഒക്കെയാണ്. പിന്നെ ഈ ഒരു ബേബി ഹഗിൻ്റെ മിൽക്ക് വൈപ്സും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്ന ഒരു ബേബി ഡ്രൈ ഷീറ്റാണ്. ഇതും നമ്മളെ കയ്യിൽ മസ്റ്റായിട്ട് ഒന്ന് വേണം. ഇടയ്ക്കൊന്ന് ഡയപ്പറിന് പകരം നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ഈ ഷീറ്റ് വിരിച്ചു കൊടുത്താൽ മതി. ഫുൾ ഡേ ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഒരു സുഖം ഉണ്ടാവും. ഫസ്റ്റ് 3 months എന്ന് പറയുമ്പോൾ അവർ അധികം കിടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമുക്ക് അടിയിൽ ഇത് വെച്ചിട്ട് ക്ലോത്ത് എന്തെങ്കിലും വെച്ച് അവരെ കിടത്തിയാൽ മതി. ഈ ഒരു ഡ്രൈ ഷീറ്റും പല സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ന്യൂ ബോൺ ആയതിനെക്കൊണ്ട് ഒരു സ്മോൾ സൈസിലുള്ളതാണ് എടുത്തത്. പിന്നെ ഞാൻ ഒരു ടർക്കി കൂടി പർച്ചേസ് ചെയ്തിരുന്നു. അത് ഒന്നുകൂടെ ബ്ലാങ്കറ്റ് ടച്ച് വരുന്ന ഒരു സംഭവമാണ്. ബേബീസിന് നല്ല വാംത്ത് കൊടുക്കും കേട്ടോ.
അത് ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് ചൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഗേൾ ആണെങ്കിൽ ഫുൾ പിങ്ക്, ബോയ് ആണെങ്കിൽ ഫുൾ ബ്ലൂ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകരുതെന്ന് ഞാൻ ആദ്യം കരുതിയതാണ്. അങ്ങനെ ഒരു കളർ ഡിസ്ക്രിമിനേഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയിൽ കണ്ടപ്പോൾ ഞാൻ പർച്ചേസ് ആക്കിയതാണ്. നമ്മൾ ഫസ്റ്റ് 3 months ഒക്കെ നല്ലോണം കവർ ചെയ്ത് നടക്കുമ്പോൾ ഇത് ബേബീസിന് നല്ല യൂസ് ആവും. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം. ബേബീൻ്റെ ബെഡ് സെറ്റ് കംപ്ലീറ്റ് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ തന്നെയായിരുന്നു പർച്ചേസ് ആക്കിയത്. ഇത് വന്നിട്ട് ഒരു യെല്ലോ തീമാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇനി ബേബി ഗേൾ ആയാലും ബോയ് ആയാലും യൂസ് ആക്കാന്നുള്ളതിൽ. ഇത് വന്നിട്ട് ഒരു ബെഡിങ് കോംബോ ആണ്. കുറച്ച് ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ അതിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മാട്രസ് വിത്ത് നെറ്റാണ്, ഒരു മോസ്കിറ്റോ നെറ്റ് വരുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് കോസി ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ബേബീസിന് സ്ലീപ്പിങ്ങിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും. മോസ്കിറ്റോ നെറ്റും നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. കൂടാതെ അതിൻ്റെ കൂടെ ഒരു പില്ലും കൂടെ ഉണ്ട്. ഇവരിതിൽ 0 to 12 months വരെ നമുക്ക് യൂസ് ആക്കാമെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരും അത്ര കാലമൊന്നും അത് യൂസ് ചെയ്യില്ല. ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4 months മുതൽ നമ്മൾ വേണമെങ്കിൽ കൂടെ കിടത്താം, അല്ലെങ്കിൽ ക്രാഡിലുണ്ടാവും പിന്നെ കിടത്താൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ഡിഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ തിക്നെസ് വളരെ കുറവാണ്. അപ്പം ഇതിലും തിക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഈ കോംബോയിലെ ഫസ്റ്റ് വൺ വിത്ത് പില്ലോ. പിന്നെ വരുന്നത് ഒരു 4 piece സെറ്റ് ബെഡിങ് കോംബോ ആണ്. അതിൽ ഒരു ബെഡും അതേപോലെ അതിലേക്കുള്ള 3 പില്ലോസാണ് വരുന്നത്. ഇതും കുറച്ച് കാലത്തേക്ക് നമുക്ക് നല്ല യൂസാണ്. നമുക്ക് എവിടെയും വീട്ടിൽ എവിടെയും കൊണ്ടുപോയിട്ട് നമുക്ക് ബേബിനെ കിടത്താൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ വന്നിട്ട് സ്ലീപ്പിംഗ് ബാഗ് കം ക്യാരി ബാഗ് ആണ്. അതായത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സ്ലീപ്പിംഗ് കുഷ്യൻ അല്ലെങ്കിൽ ബെഡ് പോലെ യൂസ് ആക്കാനും പറ്റും. എക്സ്ട്രാ നമ്മൾക്ക് ക്യാരി ബാഗ് ആക്കിയിട്ട് എവിടേക്കും യൂസ് ആക്കാം. ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് സിബ് ഇട്ട് നമ്മൾ ബേബി നല്ല ടൈറ്റിൽ നിൽക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോഴും നമ്മളൊരു പ്രസൻസ് കിട്ടുന്ന പോലെ, അതായത് ഫ്രീ ആയിട്ട് കിടക്കുന്നതിലും അവർ ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ ഒന്നും കൂടി സേഫ് ഫീൽ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ പുറത്ത് എവിടെ പോവുകയാണെങ്കിലും ഇതിൽ ബേബിനെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഒന്നും കൂടി കംഫർട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിലും മസ്റ്റായിട്ട് എടുത്ത് വെക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ ഓക്കെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.